കണ്ടപ്പോ അടിവയറ്റിലെ മഞ്ഞുള്ള രാത്രി എന്റെ ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലെ രാത്രി കരിമിഴിയുള്ള കളവാണി കണ്ണുകള് കണ്ടപ്പോ കണ്ണി ചിരിക്കല പെണ്ണെ കല്യാണി വാറത്തെ പുള്ളി എന്നെ കണ്ണിലെ നിറങ്ങട്ട് ആ തല്ലും എന്റെ തിരിച്ചതല്ലോ എനിക്കിങ്ങനെ നടക്കപ്പോരത്തെ യുദ്ധം എന്താ 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 മോളെ എന്താ പ്രശ്നം? അന്നേ വെണ്ണേന്ന് തങ്കോ എന്നാച്ചു തങ്കോ? ഏട്ടാ ഈ ചെറുക്കനെ തല്ലിയേട്ടാ. നീ എന്റെ പാസവലർ തങ്കച്ചീനെ തല്ലിയോ? തന്റെ തൊങ്കച്ച എന്നെ നെഞ്ചത്തോട്ട് വന്ന് ഐസ്ക്രീം ആക്കിയോണ്ടാ ഞാൻ തല്ലിയേ. ഐസ്ക്രീമാ? നീ എന്തിനാടി ഇവന്റെ നെഞ്ചത്ത് ഐസ്ക്രീം ആക്കാൻ പോയേ? നെഞ്ചത്ത് രോമം പഠിക്കാനാ? ഷർട്ടിന്റെ മോളെ കൂടെ പഠിക്കാൻ വേണ്ട കടപ്പാരം ഉണ്ടാ മനുഷ്യ ഷേവ് ചെയ്യുന്നേ. ഇത് അറിയാണ്ട് ഐസ്ക്രീം തട്ടിയതാണെങ്കിൽ എന്റെ മേത്ത്. ഡിസ്കസ്റ്റിംഗ് സിബ്ലിങ്സ്. ഏട്ടാ അവൻ പറഞ്ഞിട്ട് കേട്ടില്ലേ? അവനിട്ട് ഒരു അടിയൊക്കെ കൊടുക്ക്. നിന്നെ ഞാനൊന്ന് പഞ്ഞിക്കിടുവാടാ. കണ്ടില്ലടാ, ഞങ്ങളെയൊക്കെ മോശം പറയുന്നവർക്ക് പണി വരുന്നുണ്ട് മക്കളെ. എന്റെ ഏട്ടൻ പണി തുടങ്ങി, നോക്കിക്കോ. നിങ്ങളുടെ ഈ നാടകവും ചാക്യാർക്കൊത്തൊന്നും കാണാൻ എനിക്ക് സമയമില്ല. ഒന്ന് മാറി നിന്ന് കളിക്കോ? നിനക്ക് ഞങ്ങളുടെ പാസത്തെ പറ്റി അറിയില്ല. മാനൂര് ചക്ക തിന്നാൻ പോയപ്പോ ചക്കയെല്ലാം തമ്പാനൂര് പോയെന്ന് കേട്ടു. തമ്പാനൂര് ചക്ക തിന്നാൻ പോയപ്പോ ചക്കയൊക്കെ മാവിലാ കഴിക്കുന്നേന്ന് പറഞ്ഞു. മാവില ചക്ക തിന്നാൻ പാടുമെന്ന് മാവിലാര് ചെന്ന് കാരണവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങളെ നാട്ടുകാരല്ലെന്ന്. അവസാനം ചക്കയില്ലാതെ മാങ്ങ കൊടുത്തു ഞാൻ എന്റെ പെങ്ങൾക്ക്. ആ പെങ്ങളെയാ നീ ഇന്ന് തൊട്ടത്. ഇന്ന് നിന്റെ അവൻ പോയാ? മോളെ നീ കരയണ്ടടി. ഈ ഏട്ടന്റെ സ്നേഹത്തിന് മുന്നിൽ താങ്ങാൻ പറ്റാതെ അവൻ ഓടിക്കളഞ്ഞായിരിക്കും. കോപ്പാണ് നിങ്ങളുടെ ഈ വാചകോട് കേൾക്കാൻ പറ്റായിട്ട് അവൻ പോയത്. അങ്ങേരോട് തമ്പാനൂര്. നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? എന്റെ വിശ്വരൂപം പുറത്തെടുക്കുമ്പോഴേക്കും അവൻ പോയി. അയ്യാട്ടാ, അവതാര പിറവകളുടെ രുദ്ര രൂപമേ, ഒരൊറ്റ അടിക്ക് തരിഞ്ഞാൻ. തങ്കോ കുങ്കോ അങ്ങേരുടെ ഒരു തങ്കോ. മര്യാദക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചവിട്ടും അവരാധ പിറവേ. വേണ്ട വേണ്ട ഡൊണ്ടു, വേണ്ട വേണ്ട, ഞാൻ ഏട്ടനാ. ഏട്ടനല്ലേ നിങ്ങള് പൊട്ടൻ. വാ അങ്ങോട്ട്. मैं तो ओटश्ശേരി वालाहूं, तुम എവിടെന്ന് वालाहूं? अरे बेटी मैं राजस्थान से आने वाला हूँ. वो राजस्थान ആണിലാണോ വന്നേ? എന്തുപറ്റി? പെട്രോൾ के पैसे हाई होता है. എടി हाँ ഹസ്ബൻഡ് എന്തിനു വന്നടോ? വന്നിട്ടില്ലല്ലോ, അതെന്നെ ഭാഗ്യം. ഞാന് ഈ ലൈസൻസ് എടുത്ത കാറ് വേറെ ആരെങ്കിലും ഓടിക്കുന്നുണ്ടോന്ന് നോക്കാൻ വന്നതാ. മ്ലേച്ഛതരം പറയില്ല മ്ലേച്ഛ. പാവ ഈ സിഗ്ഗുകാരന്റെ ഭാര്യ ഏതോരുത്തന്റെ ഒപ്പം ഒളിച്ചോടി പോയി. ഓഹോ, ലൈസൻസ് എടുത്ത കാറ് കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ആരാന്റെ ലൈസൻസ് എടുത്ത കാർ ഓടിക്കാൻ വന്നിരിക്കല്ലേ കള്ളൻ. നീ വന്നേടി. ഞാൻ സംസാരിച്ച് കഴിഞ്ഞില്ലായിരുന്നു, അപ്പോഴേക്കും അങ്ങനെ വലിച്ചിട്ട് വന്നു. മതി നീ സംസാരിച്ചത്, നമുക്ക് വല്ല മുങ്ങിട്ട് പോകാം. ഇവിടെ മൊത്തത്തിലൊരു നെഗറ്റീവ്. അതിരിക്കട്ടെ, ഇവളുടെ മുഖം എന്താ ഇങ്ങനെ അണ്ണാൻ പോയ അണ്ടിനെ പോലെ? അണ്ടിയല്ല കുണ്ടറ ദേവി, നീ ഇങ്ങ് വന്നേ. അല്ലേട്ടാ, ബൊക്കെ ആയിരിക്കും കഴിക്കാൻ. ബൊക്കേനടി, ബൊട്ടേക്ക് ബൊട്ടേക്ക് ടച്ചിങ്സ് ആയിട്ട് ബട്ടൺസ് ഉണ്ട്, എടുത്തങ്ങോട്ട് മുണുങ്ങ്. എടി ബൊഫേ ബൊഫേ. നല്ല ഫുഡായിരുന്നു അല്ലേ? എനിക്കിഷ്ടായി. പിന്നല്ലാതെ നിന്റെ അപ്പന്റെ കന്നുകാലി മന്ദിരത്തിലെ കോഴി ആടൊന്നുമില്ല, 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡാണ്. ഹലോ, ഇറ്റ്സ് നോട്ട് കന്നുകാലി മന്ദിരം, ഇറ്റ്സ് എ ഫാം. അതെ, നല്ല ഫാമും നല്ല ഫാമിലി. അല്ല മോളെ, നീ ഇപ്പോഴും ആ കാക്കിയിട്ട് കളഞ്ഞു ഓർത്തോണ്ടിരിക്ക? കാപ്പിയിട്ട് കളഞ്ഞോ? അതെന്താ, എനിക്ക് ചായ ഇടാറില്ല? അയ്യോ, വെരി ഫണ്ണി. ഒരൊറ്റ അടിയൊക്കെ തന്നാടല്ലോ. കുക്കറിലിട്ട് വേവിച്ചിട്ട് അപ്പന്റെ തൊഴുത്തിക്കൊണ്ടോട് ഞാൻ മിണ്ടായിരുന്നോണം. കാനബലിസ്റ്റിക് ഹസ്ബൻഡ്. അച്ഛമ്മേ, അച്ഛൻ വന്നു. സൂപ്പർമാൻ, ഫുഡ് കഴിച്ചോ? കഴിച്ചു. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ബാ, നമുക്ക് ഇനി കിടന്നുറങ്ങാം. ഇവിടെ പൂന്തെങ്ക പോലെ നിക്കുന്ന ഈ അമ്മനെ അവൻ കണ്ടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്ഡേറ്റ് ആവൂ ഭാര്യ, അപ്ഡേറ്റ് ആവൂന്ന്. ഇങ്ങനെ താഴ്ചയായി കഴിഞ്ഞാൽ ഇവരൊന്നും നമ്മളെ ചേർത്തൂല ഇവരുടെ ഒപ്പം. അച്ഛനെ ഭാര്യ ചേർന്നല്ലോ അല്ലെ? ഇനിയിപ്പൊ അമ്മനെ വേണ്ടല്ലോ. രാത്രി പ്രീത
മുള്ളേന്ന് പറഞ്ഞിട്ട് വാ, മുട്ടുകാരെ അടി കൊടുക്കും ഞാൻ. അയ്യോ അങ്ങനെ പറയരുത്. പിന്നെ ഞാനെന്തിനു വന്ന്? എന്റെ സ്വത്തുമണി ഇങ്ങോട്ട് ബാ. രാത്രി ആവട്ടെ, കുറച്ച് കൊതുകടി കൂടി കിടന്നാ മതി. അങ്ങേരുടെ ഒരു അപ്ഡേറ്റ്. ദിസ് ഇസ് മൈ എന്റർടൈൻമെന്റ്. പുല്ല് വേണ്ടായിരുന്നു. എടാ അച്ചു, നിന്റെ ഒടുക്കത്തെ അപ്പാപ്പാസം എന്നെ ഇന്നൊരു അപ്പനൊക്കെ നീ വിടില്ലേടാ. എന്താലച്ചു മുഖത്തൊരു മാനത. ചേച്ചി, എന്നെ ഒരു മാങ്ങാണ്ടി മുഖറം തല്ലി. എന്തോന്ന്? നിന്നെ ഒരാൾ തല്ലിയതോ? എന്നിട്ട് നീ അവനെ വെറുതെ വിട്ടോ? എന്റെ കയ്യിന്ന് വേടിക്കേണ്ടതാ. അപ്പോഴേക്ക് അയേട്ടൻ ആ ചക്കക്കഥ പറഞ്ഞ് അവനും പോയി. മോള് വിഷമിക്കണ്ട. ഇനി ആ പെൺകൊന്നനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലേ പോലീസിന് കംപ്ലൈന്റ് ചെയ്യുന്നു പറയും. അവനെ പേടിച്ച് കാലി വീഴും. വണക്കം സാർ. എന്താണ് SI സാറിന്റെ ഫാമിലി മീറ്റപ്പ് കഴിഞ്ഞോ? ഫാമിലി മീറ്റിംഗ് ഒന്നും അല്ല സജി. അച്ഛന്റെ റിലേറ്റീവിന്റെ ഏതോ കല്യാണമാണ്. പുല്ല് പോകണ്ടായിരുന്നു. എന്താണ് സാമ്പാറിൽ ഉപ്പ് കുറഞ്ഞു പോയാ? ആടാ, സാമ്പാറിന് ഉപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോൾഗേറ്റ് കലക്കിട്ടാ തന്നെ. ഒരൊറ്റ അടിയിൽ ഞാൻ തിരിഞ്ഞാൻ. അയ്യേ, ഇങ്ങനെ ചൂടാവല്ലേ. ഒരു പോലീസുകാരനെ പോലെ പെരുമാറൂ. എന്ത് പറ്റിയതാ? കാര്യം പറയും. അതൊന്നുമില്ല. ഒരു അരപ്പിരി ലൂസായ രണ്ടെണ്ണത്തിനെ കണ്ടതാ. ഒരു അണ്ണനും തൊങ്കച്ചിയും വെറുപ്പീര്. ഓ, ഇതായിരുന്ന. ഇതിനേക്കാളും വലിയൊരു കാര്യം എനിക്ക് പറയണ്ട്. മറ്റേ തെണ്ടി വിഴിഞ്ഞ മറ്റേ തൊണ്ടി വിഴിഞ്ഞ പ്രതി ഉണ്ടല്ലോ, അവനെ കൊണ്ട് ഒരു കലം പഴം തീറ്റിച്ച്. പക്ഷെ അവന്റെ വയറ് കുംഭകർണന്റെ അത് തോന്നുന്നു. അകത്തോട്ട് പോകുന്നല്ലാതെ പുറത്തോട്ടൊന്നും വന്നില്ല. കേറി വന്നതും തീട്ടക്കേസ് തന്നെ പറയല്ല സജി. അല്ലാണ്ട് പിന്നെ ഈ കാട്ടുബുക്കിൽ സീരിയൽ കില്ലർ വന്ന് 40 പേര് കൊന്നു എന്ന് പറയാൻ ഞാൻ. മൂട് പോയി. വല്ല റീൽസും കണ്ടിരിക്കാവാ. വേറൊരു പ്രശ്നമുണ്ട്, വേഗം വരണം. എന്താടോ? തൊണ്ടിയാ തെണ്ടി ഇറക്കിയ? അതല്ല സാറേ, മറിയാമ്മയുടെ വീട്ടിന്റെ ബാക്കിൽ ഒരു ഡെഡ് ബോഡി. ഡെഡ് ബോഡിയോ? എന്റെ സജി, നിന്റെ വിളി ഇത്ര പെട്ടെന്ന് സീരിയൽ കില്ലർ കേട്ടാ? വേഗം വണ്ടി എടുക്ക്. മാറി. ആര് ഡെഡ് ബോഡിന്റെ അടുത്ത് നിൽക്കണ്ട. ബോഡി എവിടെ? സജി, ബോഡി എവിടെ? സാറേ, ബോഡി ചായക്കടയില്. ഞാൻ വരുന്നതിന് മുമ്പ് ആരെ ബോഡി മാറ്റാൻ പറഞ്ഞേ? അയ്യോ, ബോഡി ഞങ്ങള് മാറ്റിയതല്ല, തന്നെത്താനെ പോയതാ. എന്നോട് തമാശ കളിക്കില്ലേ, പിടിച്ച് ജയിലിട് ഞാൻ. എന്റെ മുന്നു സാറേ, ഞാൻ മീൻ കഴുകിയ വെള്ളം കൊണ്ട് പുറകോശത്ത് ഒഴിക്കാൻ വന്നപ്പോ ആ കുര്യാക്കോസ് ഇവിടെ കിടക്കണുണ്ട്. ഞാൻ പേടിച്ച് നാട്ടുകാരെ വിളിച്ചപ്പോ ഈ രമേശ് പൾസ് നോക്കി മരിച്ചു എന്ന് പറഞ്ഞേ. രമേശേ, ഒന്നിങ്ങ് വന്നേടാ മോനെ. എന്താ സാറേ? എന്റെ മോനെ എങ്ങനെയാ പൾസ് നോക്കി മരിച്ചു മോൻ ഡോക്ടറാ? ഞാനല്ല, ഈശ്വരാ. പിന്നെ എങ്ങനെയാണാ നീ ശ്വാസം നിലച്ചതറിഞ്ഞേ? മൂക്കില് സ്ക്രൂ ഡ്രൈവർ ഇട്ട് കയറ്റിട്ടോ? അങ്ങോട്ട് മാറി നിക്കടാ. സജി, വണ്ടി എടുക്ക ചായക്കടയിലോട്ട്. അയ്യോ സാറേ, ചായ വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. എന്റെ മറിയം, മീൻ കഴിക്കല്ലോ, അത് ചെന്ന് ഉണ്ടാക്കാൻ നോക്ക്. എല്ലാരും പിരിഞ്ഞോ. എനിക്ക് 2 വട താടോ. പോലീസാരെ, എന്താ ഇവിടെ? കല്യാണം കൂടെ. സാറിന്റെ കല്യാണം. എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. വിരുന്ന് സൽക്കാരം ചെയ്ത് വിളിക്കാൻ വന്നാടാ നിന്നെ. ചീ, ഇങ്ങോട്ട് കേറി വേടാ. കള്ളും കുടിച്ച് കണ്ണിക്കണ്ണവരുടെ വീട്ടിൽ ചെന്ന് കേറുന്നവൻ. കേറ മാട്ടേടെ, നീ എന്താ പണ്ടുവേ? കുരി, വണ്ടി കേറാ. ശരി, ഇന്ന് കേറാം. പക്ഷെ നാളെ എന്നാ പണ്ണുവേ? നീ എണ്ണ പണ്ണുവേ? ഇങ്ങോട്ട് വേണം അവന്റെ അമ്മൂമ്മന്റെ എണ്ണ. സജി, വണ്ടി എടുക്കടാ. സജി, സോറി സാർ, പടം നല്ല ടേസ്റ്റ് ആയിരുന്നു. യു ആർ സച്ച് എ ഇറസ്പോൺസിബിൾ ഇഡിയറ്റ് സജി. എനിക്കിവിടെ 2 എടുത്തിട്ട് വണ്ടി എടുക്കാൻ നോക്ക്. മോളെ, നീ ഇനി അത് ആലോചിച്ചോണ്ടിരിക്കയാണോ? ഇനി അവനെ കണ്ട നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. ചേച്ചി, ആ വെള്ള പന്നി എന്റെ കയ്യിൽ കിട്ടട്ടെ. വെളുത്തുള്ളി പോലെ കുത്തി ചതയ്ക്കും അവനെ ഞാൻ. എന്റെ മോൾ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ശരി, വാ, നീ വാ, കിടക്ക് വാ. നിനക്കുള്ള ഞാൻ തരാടാ. ഇവിടെ അമ്മയായിരിക്കും. അമ്മതന്നെ. അപ്പൊ അവൾ അവിടെ ആയിരിക്കും. എന്റെ ഉറക്കം കളഞ്ഞിട്ട് കിടക്കുവോള്. എന്റെ ഉണ്ടടി സ്പാർക്കി. പ്രീതേ ഞാനാണ്. എന്താ മോളെ പറ്റിയേ? സ്വിച്ച് ഇടാതെ എങ്ങനെ കാണാനാ? അയ്യോ, എന്റെ മോൻ. അയ്യോ, എന്റെ നവീനേട്ടാ, നിങ്ങളായിരുന്നു മനസ്സിലായത്. ഞാൻ കള്ളനെന്ന് കരുതിയില്ലേ. ജനകോടികളുടെയും വിശ്വസ്ത സ്ഥാപനം മുത്തൂറ്റ് ഫിനാൻസ്. അയ്യോ, ഏട്ടന് പ്രാന്തായി. ഒന്നും മിണ്ടോതിരിക്കടി. ഓ എന്റെ കൃഷ്ണ, മോനേടാ, കണ്ണ എഴുന്നേക്ക്. നവീനേട്ടാ, എഴുന്നേക്ക്. എന്റെ പൊന്നേട്ടാ, ഒന്ന് എഴുന്നേക്ക് അങ്ങട്ട്. ആരാ എന്നെ തല്ലേ? ഡാ അല്ല, ഡിയെ തല്ലേ.
അത് ഇനി പെട്ടെന്ന് കയറിയൊന്നിപ്പോ ഞാൻ കരുതിയ കള്ളനാന്ന്. അതാ സോറി അമ്മ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെന്ന് ഉറങ്ങാൻ നോക്ക്. മനുഷ്യന്റെ ഉറക്കവും പോയി. ആ എഴുന്നേറ്റ് പോയി കിടക്കടാ. നല്ല അമ്മ. നവീനിട്ട് വാ, കട്ടിലേക്ക് കിടക്കാം. ഇനി കട്ടിലേക്ക് കിടത്തത് സോഫയെ കിടന്നാന്ത് എല്ലാം പോയില്ലേ. The next day. മോളെ ലച്ചു, മോളെ എഴുന്നേക്ക്, ഓഫീസിൽ പോണ്ടേ മോളെ. ഓ എന്റെ പൊന്ന് ചേച്ചി, കുറച്ചുകൂടെ ഉറങ്ങട്ടെ, വെയില് ചന്തിക്കടിക്കുമ്പോ എഴുന്നേക്ക. ആ ഇനി നീ ഉറങ്ങലേ, വെയിലല്ല അമ്മയാവും ചന്തിക്കടിക്കാൻ വരുന്നേ. എന്തൊരു കഷ്ടം. ആ ചേച്ചി, എനിക്കിനി ഓഫീസിലൊന്നും പോണ്ട. ഞാൻ റിസൈൻ ചെയ്തു. എന്തോന്ന് റിസൈൻ ചെയ്തെന്നോ? ഇപ്പൊ ഇവരൊന്നും അറിയിക്കണ്ട. എനിക്ക് അക്കൗണ്ടിൽ പണിയൊന്നും സെറ്റ് ആവുന്നില്ല. നല്ല കാശ് പണമുണ്ടല്ലോ ഇവിടെ. അതുകൊണ്ട് ഞാൻ എന്റെ പാഷന്റെ പുറകെ പോവാ. എന്താ മോളുടെ പാഷൻ? പാഷൻ അതല്ലേ പറഞ്ഞേ, പാഷന്റെ പുറകെ പോണം. അതിലൊരു പാഷൻ കണ്ടുപിടിച്ച് പിന്നെ അതിന്റെ പുറകെ പോണം. നല്ല ബെസ്റ്റ് പാഷൻ. വീട്ടിൽ കുത്തിയിരുന്ന അമ്മ ചോദിക്കില്ലേ പണിക്ക് പോകുന്നില്ലെന്ന്. അതിന് ഐഡിയുണ്ട്, വർക്ക് ഫ്രം ഹോം ആണെന്ന് പറയാ. അപ്പൊ പിന്നെ ലാപ്ടോപ്പ് എടുത്ത് കുറച്ചേരം കുത്തിയിരുന്നാ മതിയല്ലോ. അപ്പൊ മോള് ഫുൾ പ്ലാനിലാണ്. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങുന്നു. അയ്യോ പോലെ, ഞാനിവിടെ വരാം. ഇന്ന് എനിക്ക് ചെറിയൊരു അത്യാവശ്യം ഉണ്ട്. എന്നിട്ടാണ് നീ കിടക്കുന്നേ? ചെന്ന് കുളിച്ച് റെഡി ആവശ്യമില്ലേ? ഓക്കെ റെഡി. എന്റെ ഷാമ്പു എടുക്കില്ലേട്ടോ. നോട്ട് റെഡി. ബൈ. അമ്മേ, അയ്യോ, അച്ഛാ, അപ്പോ. ആരാ ചേട്ടാ അപ്പു? അപ്പു അല്ലടി, വേദന കൊണ്ട് ഞാൻ അപ്പോ എന്ന് പറഞ്ഞതാ. നല്ല വേദന ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ല, ഇല്ലെന്ന് ചോദിച്ചാ ഉണ്ട്. എങ്കിൽ ഞാൻ ഉല്ലേന്ന് ചോദിക്കട്ടെ? വാവ്, ഭർത്താവ് ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ വേണോടി നിന്റെ തമാശ. സോറി ഏട്ടാ. ഇന്ന ഫുഡ് ഇതില് ഞാൻ മീൻ പൊരിച്ചതും കിഴങ്ങ് വരട്ടിയതും എല്ലാം വെച്ചിട്ടുണ്ട്. ആ, എന്നെ പൊരിച്ചതും വരട്ടേതൊന്നും പോരാ. എനിവേ താങ്ക് യു. മോനോട് പറയ് അച്ഛൻ പോയെന്ന്. ഞാൻ വരെ ലേറ്റ് ആവുവേ, ഒരു ഉഴിച്ചില് പോണം. ഷോ പാവം. അമ്മ, ഞാൻ ഇറങ്ങുവാണേ, വരാൻ വൈകുണ്ടോ? നിനക്കൊന്നും റെസ്റ്റ് എടുക്കാറില്ലടാ. ഓ എന്നാത്തിനാ, ഞാനേ ഓഫീസിൽ ചെന്ന് റെസ്റ്റ് എടുത്തോളാം. ആ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു യെസ്റ്റർഡേ നൈറ്റ്? യെസ്റ്റർഡേ നൈറ്റ് ലാസ്റ്റർഡേ ആവാത്തത് ഭാഗ്യം. എന്തായാലും 3 പേര് നോക്കി പോയിട്ട് വായോ. അച്ചുവിനെ സ്കൂളിലാക്കിട്ടേ പ്രീതയും ഞാനായിട്ട് ഇവിടെ വീട്ടിൽ പോയിട്ട് വരാം. കുറച്ച് വാഴത്തണ്ടും ചക്കയൊക്കെ ഉണ്ട്. ഇവിടെ സ്വന്തം മോൻ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ, അപ്പോഴാ അവർക്ക് ചക്ക. നല്ലതാ. ശരി അമ്മ, ഞങ്ങൾ ഇന്ന് ഇറങ്ങുവാ. എവിടാ മോളെ നിർത്തേണ്ടേ? ദാ കാണുന്ന വളവിന്റെ അവിടെ നിർത്തിയാ മതി ചേച്ചി. ആ ഇവിടെ തന്നെ, ഇവിടെ തന്നെ. അപ്പൊ ശരി, ഇനി പാഷൻ കണ്ടുപിടിച്ചിട്ട് കാണാം. നീ എന്തേലും ചെന്ന് കണ്ടുപിടിക്കുക, ലേറ്റ് ആവാതെ വീട്ടിൽ വന്നാൽ മതി. തരാ. അതൊന്ന് നിന്നേ, എങ്ങോട്ടെ രാവിലെ തന്നെ കെട്ടി ഒരുങ്ങിട്ട് ബോയ് ഫ്രണ്ടിനെ കാണാനാ? അല്ല, ഒരു 16 അടിയന്തരം ഉണ്ടായിരുന്നു, അതിന് പോവാ. കൂട്ടിന് വരണോ ഒരു കൈ സഹായം? ആണോ? എന്റെ ഇടത്തെ കൈക്ക് ഇന്നലെ തൊട്ട് നല്ല വേദന. പ്രഭാത കൃത്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലേ, ഒന്ന് സഹായിക്കാമോ? ഡീ, ഓ വിടടി, വിട. അമുക്ക് ടുമുകൾ അമാൾ ഡുമാൾ, അമുക്ക് ടുമുകൾ അമാൾ ഡുമാൾ, അമുക്ക് ടുമുകൾ അമാൾ ഡുമാൾ. എന്താ ഇവിടെ കാണിക്കുന്നേ? മാറി നിക്കണം. അയ്യോ പോലീസ്. എടീ, അയ്യോ പോലീസ് ആർന്നാ? യു ആർ അണ്ടർ അറസ്റ്റ്.